ഹായ് ഓൾ. ആമിച്ചിന് 2 ദിവസമായിട്ട് പനി പിടിച്ച് ഛർദിലുണ്ടായിരുന്നു, നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. അങ്ങനെ വയ്യാതെ സുഖമില്ലാതെ കിടക്കുമായിരുന്നു. അപ്പോൾ ഈ കുട്ടികളിൽ പനിയും ഛർദിയും കൂടുതലായിട്ട് വരുമ്പോൾ ഡീഹൈഡ്രേഷൻ്റെ ഒരു സിംറ്റമായിട്ട് സ്കിൻ ഡ്രൈനെസ് ഉണ്ടാവും, ലിപ്സിന് പീലിംഗ് ഉണ്ടാവും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആമിച്ചിനും ഉണ്ടായി. കാരണം വെള്ളം പോലും കുടിക്കാതെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലിപ് ഡ്രൈനെസ് നമുക്ക് കാണിച്ചു തരാം ഞാൻ. കുട്ടികൾക്ക് ഉണ്ടാകുന്ന ലിപ് ഡ്രൈനെസ് ആണിത്. ഡീഹൈഡ്രേഷൻ വരുമ്പോഴാണ് ഇങ്ങനെ കുട്ടികൾക്ക് ഉണ്ടാകുന്നത്. ഇങ്ങനൊരു സിംറ്റം വന്നാൽ ഒന്നുകിൽ നമ്മൾ ചെയ്യാനുള്ളത് കുട്ടികൾക്ക് നല്ല ജ്യൂസ് പോലുള്ളത്, കഞ്ഞിവെള്ളം, കരിക്കും വെള്ളം അങ്ങനെയുള്ളതൊക്കെ കൊടുക്കുക. അങ്ങനെ കുട്ടികൾ കുടിക്കാൻ മടി കാണിക്കും. ഈ പ്രായത്തിലുള്ള കുട്ടികളാകുമ്പോൾ നമുക്ക് ഒരുപാട് നിർബന്ധിക്കാനും പറ്റില്ല. അങ്ങനെ ഒട്ടും നമ്മളോട് കോപ്പറേറ്റ് ചെയ്യാത്ത ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, IV സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ഡീഹൈഡ്രേഷൻ നമ്മൾ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ലാത്തൊരു അവസ്ഥയാണ്. കുട്ടികൾക്ക് വളരെ ഫേറ്റൽ ആവാവുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഛർദി അതികഠിനമായിട്ട് വരികയാണ്, കുട്ടികൾ വെള്ളം കുടിക്കാൻ കോപ്പറേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അമിച്ചു കുറച്ച് നാരങ്ങ വെള്ളം, കുറച്ച് ജ്യൂസുകൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അമിച്ചിന് വലിയ പ്രശ്നമില്ലാതെ അത് നമ്മൾ കൊണ്ടുപോകാൻ പറ്റി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ, ഇത് ആദ്യം പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു ക്രീം ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അമിച്ചുവിൻ്റെ ചുണ്ടിൻ്റെ ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ നമ്മൾ ക്രീമിൻ്റെ പ്ലാൻ മാറ്റിയിട്ട് ഒരു ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ലിപ് ബാം ഉണ്ടാക്കുന്ന ഒരു പ്ലാനിലേക്ക് മാറി. ഈ ക്രീമിൻ്റെ കാര്യമൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാനത് മനസ്സിൽ വെച്ചിരുന്നത് ക്രീം ഉണ്ടാക്കണമെന്നാണ്. എന്നാലും നമുക്ക് ഇന്ന് ലിപ് ബാം ഉണ്ടാക്കാം. കാരണം അമിച്ചുവിൻ്റെ ചുണ്ടൊന്ന് റിക്കവർ ആവാനുണ്ട്, ആ ഒരു അവസ്ഥ മാറ്റാനുണ്ട്. അമിച്ചുവിൻ്റെ നല്ല പിങ്ക് ലിപ്സ് ആണ്. ഇപ്പം ഈ ഒരു ഛർദിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കത് ബ്ലാക്ക് ആയിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം നമുക്കൊരു ലിപ് ബാം ഉണ്ടാക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ബി വാക്സ് ആണ്. നാച്ചുറൽ ബി വാക്സ് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ലൈസ് ചെയ്ത് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്യുക. ഒരു 1 മിനിറ്റ് ആകുമ്പോഴേക്ക് തന്നെ അത് മെൽറ്റ് ആയിട്ടുണ്ടാവും. ഈ ബി വാക്സ് എന്ന് പറയുന്നത് നല്ല വൈറ്റമിൻ എ റിച്ച് ആണ്. വൈറ്റമിൻ എ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, നമ്മുടെ ചുണ്ടിന് ഡാർക്കനിങ്ങോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എ ആണ് ചുണ്ടുകൾക്ക് പിങ്ക് കളറും ആ ഒരു സോഫ്റ്റ്നെസ്സും ഡാർക്കനിങ് ഒക്കെ മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്ത് ഞാൻ ബീട്രൂട്ട് പൗഡറും റോസ് പെറ്റൽ പൗഡറും ആണ് എടുക്കുന്നത്. റോസ് പെറ്റൽ പൗഡർ വേണമെങ്കിൽ എടുത്താൽ മതി, പക്ഷേ ബീട്രൂട്ട് പൗഡർ മസ്റ്റായിട്ടും വേണം. ബീട്രൂട്ട് പൗഡർ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ കൊളാജനാണ്. ചുണ്ടുകളിലെ ചുളിവുകൾ മാറ്റി ചുണ്ടുകളെ നല്ല സ്മൂത്ത് സിൽക്കിയൊക്കെ ആക്കാനൊക്കെ ബീട്രൂട്ട് പൗഡർ നല്ലതാണ്. പിന്നെ അതിൻ്റെ ഒരു നാച്ചുറൽ കളറിങ് ഉള്ളതും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ബീട്രൂട്ട് പൗഡർ ഇപ്പോൾ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ലിപ് കളേഴ്സിനും, അതായത് നമ്മുടെ ലിപ്സിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഞാനിത് രണ്ടും ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. റോസ് പെറ്റലും നല്ലതാണ്. അതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസും അതിൻ്റെ ഒരു പ്രോപ്പർട്ടീസൊക്കെ നമ്മുടെ ചുണ്ടിന് കൂടുതൽ സോഫ്റ്റ് ആക്കാനും നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടെ ആ ബി വാക്സിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരും, ഒരു ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ലിപ് ബാം കൺസിസ്റ്റൻസിയിലേക്ക് വരും. ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് പെപ്പർമിൻറ്റ് ഓയിലാണ്. ചാപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രാക്ഡ് ആയിട്ടുള്ള ലിപ്സിനും സ്കിന്നിനും ഒക്കെ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഓയിലാണ്, എസെൻഷ്യൽ ഓയിലാണ് പെപ്പർമിൻറ്റ് ഓയിൽ എന്ന് പറയുന്നത്. അടുത്തത് ഹൊഹോബ ഓയിലാണ്. ഹൊഹോബ ഓയിൽ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊരു ബാരിയറായിട്ട് സ്കിന്നിൽ ആക്ട് ചെയ്യും. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു എസെൻഷ്യൽ ഓയിലാണ്. നമ്മുടെ സ്കിന്നിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു എസെൻഷ്യൽ ഓയിലാണ്. നമ്മുടെ ചുണ്ടുകൾ നല്ല സോഫ്റ്റ് ആക്കും. എന്തെങ്കിലും ഒരു ടാനിങ്ങോ ഡിസ്കളറേഷനോ ഡാർക്കനിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റും. പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഓയിലായിട്ടുള്ള ഒലിവ് ഓയിലാണ് ആഡ് ചെയ്യുന്നത്. ഒലിവ് ഓയിലിൻ്റെ കാര്യങ്ങൾ നമ്മൾ എല്ലാ തവണയും പറയുന്നത് തന്നെയാണ് ഇത്തവണയും പറയാനുള്ളത്. നല്ല ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഈ ഓയിൽ നമ്മുടെ ചുണ്ടുകളിൽ എല്ലാ ദിവസവും വെറുതെ തന്നെ ഇട്ടാൽ പോലും നമ്മുടെ ചുണ്ടുകൾക്ക് ആ ഒരു സോഫ്റ്റ്നെസ്സും ആ ഒരു ക്രാക്കൊക്കെ മാറി നല്ല സോഫ്റ്റായിട്ട് നല്ല ഭംഗിയുള്ള ചുണ്ടായിട്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞു. നമ്മുടെ ലിപ് ബാം റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡിലാണ് ഇത് കിട്ടുക. രാത്രിയിൽ ഇത് ചുണ്ടിൽ അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങുക. രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ലിപ്സ് ഇതുപോലെ നല്ല സോഫ്റ്റും സ്മൂത്തും ആയിട്ടുണ്ടാവും. ക്രാക്സോ എന്തെങ്കിലും പീൽസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വൈപ്പ് ഓഫ് ചെയ്യാവുന്നതാണ്. വൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ഷെയ്ഡ് ചുണ്ടിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട പോലെ നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ മറക്കാതെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക.